ഇനി ഞാൻ പറയട്ടെ സാറേ, സാറ് വീട്ടിൽ പോയി. സാർ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ സാറിൻ്റെ കിച്ചണിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. എന്താണെന്നല്ലേ, സാറിൻ്റെ വീട്ടിലെ സ്ത്രീകൾ ആരും അടുക്കളയിൽ കയറിയിട്ടില്ല. പക്ഷേ അടുക്കളയിൽ നല്ലൊരു മീൻ കറി അവിടെ ഇങ്ങനെ തിളച്ച് മറിയുന്നു. എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്ന് ചെറിയ ഭൂമികുലുക്കുണ്ടായതാണ്. ഭൂമികുലുക്കുണ്ടായപ്പോൾ അവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടി എന്ത് ചെയ്തു, യാദൃശ്ചികമായിട്ട് അടുപ്പിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ വീണു. ഗ്യാസ് മീൻ വേണമെങ്കിൽ വന്നു, കടലിൽ മീൻ അല്ലെങ്കിൽ വേണ്ട, അതിന് വേറെ കാരണക്കാരം ഉണ്ടാക്കി കൊടുക്കുക. പൂച്ച എന്ത് ചെയ്തു, 2-3 മീൻ കടിച്ച് ചട്ടിയിൽ കൊണ്ടിട്ടു, തീ കത്തി. അതുപോലെ ആ മേലെ ഇരിക്കുന്ന മുളകും മല്ലിയും അഥവാ മീൻ കറിയിൽ ചേരേണ്ട ആവശ്യമായ വസ്തുക്കളൊക്കെ ആ ചട്ടിയിൽ വീണ് അതിങ്ങനെ യാദൃശ്ചികമായ ഒരു മീൻകറി ഉണ്ടായി എന്ന് പറഞ്ഞ് അംഗീകരിക്കോ? ഒരിക്കലില്ല. യുക്തിവാദി എന്ന് അവകാശപ്പെടുന്ന യുക്തിരഹിതവാദികളായ ഏതെങ്കിലും ആൾ അംഗീകരിക്കോ? ഇല്ല, ഒരിക്കലില്ല. എന്തുകൊണ്ട് അംഗീകരിക്കില്ല? അത് ഏതൊരു കാര്യം നടക്കുകയാണെങ്കിലും അതിന്റെ പിന്നിലൊരു ലോജിക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതിന്റെ പിന്നിലൊരു കാരണക്കാരനുണ്ട്. കാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കാരണമായി കൂടെ ആയിക്കോട്ടെ. കാരണം ഒരു കാരണക്കാരന് മാത്രമാണോ ഉണ്ടാക്കാൻ പറ്റും? ആയിക്കോട്ടെ. നമുക്ക് നേരത്തെ പറഞ്ഞ മീൻകറി എന്നുള്ളത് നേരത്തെ ഞാനൊരു കാരണം പറഞ്ഞു തന്നിരുന്നു, ഭൂമികുലുക്കം എന്നുള്ളത്. ആ ഭൂമികുലുക്കം കൊണ്ട് കൃത്യമായൊരു മീൻകറി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയുള്ള കാരണമായിരിക്കണത്? അത് ശരിയാ, 1-2 കാരണം കൂടിയാ പോരാ. അത് കൃത്യമായി അറിയുന്ന, മനഃപൂർവ്വം അറിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഈ കാണുന്ന ഒരു മീൻകറി പോലും ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഈ മൊബൈൽ ഫോൺ, ഇത്രയും ചെറിയ സംവിധാനങ്ങൾ, അഥവാ ഈ പ്രപഞ്ചത്തിലേക്ക് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഈ വാച്ച്, അതുപോലെ നമ്മൾ എഴുതുന്ന പെന്ന്, ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ. ഇതൊന്നുകൂടെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിയൊക്കെ ഉള്ള ഒരു കാരണക്കാരൻ വേണം. തീർച്ചയായും. വലിയ വലിയ സംഭവങ്ങൾ, നക്ഷത്രവും സൂര്യനും ആകാശവും ഭൂമി, ഇങ്ങനെ വലിയ വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുമില്ല. ഇത് യോജിക്കുന്നുണ്ടോ? ഇത് യോജിക്കാൻ കഴിയുമോ? ഇതിനൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഈ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ ഇത്രക്കും മണ്ടന്മാരാണ് ഉസ്താദെ. അപ്പോൾ ഉസ്താദെ, ഈ ഒരു ദ റിയൽ ലോജിക്ക് എന്ന് പറയുമ്പോൾ, അതായത് ഒരു കാര്യവും ഒരു സാധനവും പിന്നിൽ ഒരു കാരണക്കാരനില്ലാതെ ഇവിടെ ഉണ്ടാവില്ല. അതങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നവർ കരുതുന്നവരാണ് യഥാർത്ഥ ബുദ്ധിശൂന്യരും അന്ധവിശ്വാസികളും, അല്ലേ?